പെണ്ണുങ്ങളെ വളയ്ക്കാൻ വേണ്ടി ആണുങ്ങൾ ചെയ്യുന്ന ഒരു ട്രിക്കുണ്ട്. അവൾ വളയും അല്ലെങ്കിൽ അവൾക്ക് ഇഷ്ടം വരും എന്നൊക്കെ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത് ഓപ്പോസിറ്റായിട്ടാണ് വർക്കാവുന്നത്. അതായത് അവൾക്ക് ഇഷ്ടമേ അല്ല. അതായത് ഒരു ബിഗിനിങ് സ്റ്റേജിലൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പെണ്ണിനോട് മിണ്ടി തുടങ്ങുന്നത് അല്ലെങ്കിൽ നേരിട്ട് ഒരു പെണ്ണിനോട് മിണ്ടി തുടങ്ങുന്നത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് പറയാനേ പാടില്ല. ഇപ്പം റിലേഷൻ്റെ ഏത് സ്റ്റേജിലും ഇത് പറയാൻ പാടില്ല. പക്ഷേ സെഡക്ഷൻ പ്രോസസ്സ് നടക്കുന്ന അതായത് വളച്ചെടുക്കുന്ന ആ ഒരു സ്റ്റേജിൽ ഒരിക്കലും ഇത് കാണിക്കാൻ പാടില്ല. ഇത്രയേ ഉള്ളൂ കാര്യം. അതായത് നമ്മളെ വലുതാക്കി കാണിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ. ഗൈസ്, ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ വലുതാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളോട് അട്രാക്ഷൻ വരും, നമ്മളോട് താല്പര്യം വരും. പക്ഷേ അതെങ്ങനെ കാണിക്കുന്നതാണ് കുഴപ്പം. അതായത് ഈ സെഡക്ഷൻ പ്രോസസ്സിൽ മെയിനായിട്ടൊരു റൂളുണ്ട്. അതായത് നമ്മൾ ഇമ്പ്രസ് ചെയ്യുവാന്ന് അവർക്ക് മനസ്സിലാവുകയേ ചെയ്യല്ലേ. ഇമ്പ്രസ് ചെയ്യുമെന്ന് മനസ്സിലായാൽ അവർ അകന്നു പോകത്തേ ഉള്ളൂ, ഇൻട്രസ്റ്റ് കുറയത്തേ ഉള്ളൂ, ഉള്ള ഇൻട്രസ്റ്റ് കൂടെ കുറഞ്ഞു പോകത്തേ ഉള്ളൂ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുക, നിങ്ങളിപ്പോൾ കടയിൽ ചെല്ലുക, ഒരു സാധനം എടുക്കാൻ ചെല്ലുക, നിങ്ങൾ ആ സാധനം കണ്ട് ഇഷ്ടപ്പെട്ട് അതിങ്ങനെ എടുത്ത് നോക്കുന്നു. അത് കഴിഞ്ഞ് ഓണർ വന്ന്, കടയുടെ ആൾ വന്ന് ഈ സാധനത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. പക്ഷേ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പം നിങ്ങളെക്കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി പറയുന്ന പോലുണ്ട്. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യും? ഇവൻ എന്നെക്കൊണ്ട് എടുപ്പിക്കാൻ നോക്കുക, ഇവൻ എന്തോ ട്രിക്ക് ഉപയോഗിക്കാൻ നോക്കുക, അങ്ങനെയാണെങ്കിൽ അങ്ങനെ നിന്ന് കൊടുക്കത്തില്ല, അത്രയ്ക്ക് കൊള്ളത്തില്ലല്ലോ, എന്നാൽ പിന്നെ അവൻ എന്ത് പറഞ്ഞാലും വേണ്ട വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിക്കാമെന്ന് നിങ്ങൾ പോലും അറിയാതെ ഉള്ളിലൊരു തീരുമാനം എടുക്കും. മനസ്സിലായി? അതുപോലെ ഒരു പെണ്ണ് നോക്കുമ്പം അവളെ ഇമ്പ്രസ് ചെയ്ത് വളച്ചെടുക്കാൻ നോക്കുക എന്നൊരു ഫീൽ അവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ സത്യമായിട്ടും അവൾക്കൊന്നും തോന്നത്തില്ല. അതായത് എന്തെങ്കിലും തോന്നാനുള്ള ചാൻസ് തന്നെ നിങ്ങൾ ഇല്ലാതാക്കി കളയുക. ഞാനിങ്ങനെ സൈക്കോളജി പഠിക്കാൻ വേണ്ടി ഒരുപാട് പെണ്ണുങ്ങളോട് സംസാരിക്കും. അപ്പം പ്ലേ ഗേൾസൊക്കെ ഒരുപാടുണ്ട്. അപ്പം ഇവരോടൊക്കെ സൈക്കോളജി പഠിക്കാൻ വേണ്ടി മണിക്കൂറോളം സംസാരിക്കും. അപ്പം ഇവർ പറയുന്നതാണ്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ മിണ്ടി തുടങ്ങി, അതായത് ആദ്യത്തെ ദിവസമൊക്കെ ആയിരിക്കും ഞാൻ വലിയ സംഭവമാണ് എന്ന് വെച്ചാൽ, ഞാൻ വലിയ പണക്കാരനാണ്, ഞാൻ വലിയ കലിപ്പനാണ്, ഞാൻ ഇത്ര പേരെ അടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉത്സവത്തിന് പോയപ്പം ഒരുത്തൻ എന്നെ ചെറഞ്ഞു നോക്കി, അവന് ഞാൻ ചെന്ന് ചെവിക്കലിന് അടി കൊടുത്ത് ചെവിക്കലടിച്ച് പൊട്ടിച്ച്, ഞാൻ പോലീസുകാരോട് മറ്റേ സ്ട്രോങ് ആയിട്ട് സംസാരിച്ച്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത്. വേറെ കുറച്ച് ആളുകളുണ്ട് ഗൂഗിൾ പേയിൽ പൈസയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുന്നത്, പണക്കാരനാണെന്ന് കാണിക്കാൻ. അതുപോലെ 2 നില വീടാണ്, ഏതെങ്കിലും ഒരു 2 നില വീടിൻ്റെ മുമ്പിൽ നിന്നുള്ളൊരു പിക്ക് എടുത്തിട്ട് കൊടുക്കും. ഏതെങ്കിലും കാറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ നിന്നുള്ള ഫോട്ടോ എടുത്തിട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി. 3 നില കെട്ടിടമൊക്കെ ഉണ്ടായിരിക്കും, 3 നില വീട്, അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഇതെൻ്റെ വീടാന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കും. എന്ന് വെച്ചാൽ അവൾ ചോദിക്കത്ത് പോലുമില്ല. വേറെ കുറച്ച് സാറുമാരുണ്ട്, ഒന്നും ചോദിക്കത്തില്ല, അവളൊന്നും ചോദിക്കത്തില്ല. ഇല്ലാതെ തന്നെ വിഷമങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത് എന്നെ ആരും നോക്കുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ഒറ്റപ്പെട്ടിരിക്കുക, എൻ്റെ സങ്കടം കേൾക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ ചോദിക്കാതെ തന്നെ ഇതൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കും. അപ്പം അവളെന്ത് ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ തയ്യൽ എന്തിനാണ് എന്നോട് ഇതൊക്കെ പറയുന്നത്, അങ്ങനെ ചിന്തിക്കത്തുള്ളൂ. ഇപ്പം ഒരു 10% പെണ്ണുങ്ങളുണ്ട്, അതായത് അവൾമാർക്ക് ഒരു മെച്യൂരിറ്റി ഉണ്ടായിരിക്കും. ഒരാൾ വിഷമം പറഞ്ഞാൽ അയാളുടെ കേട്ടിരിക്കണം, അപ്പോൾ അയാൾക്കൊരു ആശ്വാസം കിട്ടും. അങ്ങനെയൊക്കെ മെച്യൂരിറ്റി ഉള്ള പെണ്ണുങ്ങളാണെങ്കിൽ ഒരു 5 മിനിറ്റ് കേട്ടിരിക്കും, അല്ലാതെ അതിലൊരു അട്രാക്ഷൻ ഉണ്ടാകത്തില്ല. അതായത് ഇതൊക്കെ പറയുമ്പം അങ്ങ് അടുത്ത് പോകുന്നുള്ള രീതിയിൽ, മെൻ്റലി അടുപ്പം വരും എന്നുള്ള രീതിയിലാണ് ഓരോന്ന് കാണിച്ചു കൂട്ടുന്നത്. ഒരു സെഡക്ഷൻ പ്രോസസ്സിന് മെയിനായിട്ടുള്ളൊരു റൂളുണ്ട്. അതിപ്പം ആണായാലും പെണ്ണായാലും ഇതുപോലെ വർക്കാവുന്നത്. അതായത് സെഡക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ വളച്ചെടുക്കുന്ന സമയത്തെന്നർത്ഥം. നമ്മൾ എത്രത്തോളം സീനുണ്ടാക്കുന്നോ അല്ലെങ്കിൽ ജാട കാണിച്ച് നമ്മളെ വലിയ ആളെന്ന് കാണിക്കുന്നോ അത്രത്തോളം നമ്മൾ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെണ്ണിൻ്റെ കണ്ണിൽ ലോ വാല്യൂ ആയിട്ടേ തോന്നത്തുള്ളൂ. അതായത് ഇപ്പം ഞാൻ പറയാം, എന്നെ ഒരു 10 പെണ്ണ് പ്രപ്പോസ് ചെയ്ത് അവളെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഒരു പെണ്ണ് എന്നോടൊന്നും മിണ്ടി അവളെ ഞാൻ മൈൻഡ് ചെയ്തില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ജാട കാണിക്കുമെന്ന് എപ്പം എപ്പോൾ അവർക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്നു, അതായത് ഇവൻ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇത് പറയുന്നത്, അല്ലെങ്കിൽ ഇവൻ വലിയ ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഇത് പറയുന്നത്, അല്ലെങ്കിൽ ഇവൻ ഞാൻ ചോദിക്കാൻ തന്നെ ഇതൊക്കെ പറയുന്നത് എന്തിനായിരിക്കും, മനസ്സിലായി? ആ ഒരു ഫീൽ എപ്പോൾ വരുന്നു, അപ്പം അവളെക്കാളും താഴെ ഉള്ള ആളാണ് നമ്മളെന്ന് ചിന്തിക്കും. അപ്പോൾ അട്രാക്ഷൻ വരുമോ? അപ്പോൾ അകന്നു പോകത്തേ ഉള്ളൂ. എപ്പോഴാണ് അട്രാക്ഷൻ വരുന്നത്? നമ്മൾ അവളെക്കാളും ബെറ്ററാണെന്ന് തോന്നണം. അതായത് ഒരു ബെറ്ററിനെയാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ബെറ്ററാണെന്ന് തോന്നണം, മനസ്സിലായി? അപ്പം നമ്മൾ എത്രത്തോളം ജാട കാണിക്കുന്നോ അത്രത്തോളം നമ്മൾ ലോ വാല്യൂ ആവും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്കിപ്പോൾ ഒരു ഐഫോൺ കിട്ടിയെന്ന് വെച്ചോ, ഐഫോൺ വാങ്ങി, നിങ്ങളെന്ത് ചെയ്യും? FBയിലും ഇൻസ്റ്റയിലും വാട്സപ്പിലും ഇട്ട് പറപ്പിക്കും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ലൈൻ സെറ്റായെന്ന് വെച്ചോ, നിങ്ങൾ FBയിലും ഇൻസ്റ്റയിലും അവിടെ ഇവിടെ എല്ലാം പോസ്റ്റ് ഇടും. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇന്ത്യയിൽ ഹൃത്തിക് റോഷന് കിട്ടാത്ത പെണ്ണുങ്ങളുണ്ടോ? അല്ലെങ്കിൽ ദുൽഖർ സൽമാന്, ടോവിനോ തോമസിന് കിട്ടാത്ത പെണ്ണുങ്ങളുണ്ടോ? അവന്മാരെന്തെങ്കിലും ഇങ്ങനെ ജാട കാണിച്ചിട്ടുണ്ടോ? കേരളത്തിൽ തന്നെ ഇത്രയും പെണ്ണുങ്ങൾ പ്രേമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഹൃത്തിക് റോഷൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇന്ത്യയിൽ തന്നെ ഇത്ര പെണ്ണുങ്ങൾ പ്രേമിക്കുന്നുണ്ട്, ഞാൻ ചെന്ന് പ്രപ്പോസ് ചെയ്താലേ അപ്പോൾ തന്നെ ഇറങ്ങി വരാൻ റെഡിയായിട്ട് നിൽപ്പുണ്ട് എന്ന് പറഞ്ഞ് ജാട കാണിക്കുന്നുണ്ടോ? അവന്മാർക്കറിയാം അവന്മാർ ബെസ്റ്റാണ്, അവന്മാർ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവന്മാരോട് ഇപ്പം നീ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞാലും അവന്മാർക്ക് അത്രേ ഉള്ളൂ. കാരണം
അവന്മാർക്കറിയാം അവന്മാർ ബെസ്റ്റാണ്, ഇതിനൊന്നും റിയാക്റ്റ് പോലും ചെയ്യത്തില്ല. ഏതെങ്കിലും അംബാനിയോ യൂസഫ് അലിയോ എപ്പോഴേലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ വലിയ പണക്കാരനാണ്, എൻ്റെ ഗൂഗിൾ പേയിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, ഞാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ടോ? അപ്പം എൻ്റെ ബാങ്കിൽ ഇത്ര അക്കൗണ്ട് ബാലൻസ് ഉണ്ട്, എനിക്ക് ഇത്രത്തോളം ആസ്തിയുണ്ട്, എനിക്ക് ഇത്ര ഏക്കർ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ ഇത്ര കോടി രൂപയുടെ ബിസിനസ് ഞാൻ ഇന്നലെ ചെയ്ത്, ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഇത്ര രൂപ ഉണ്ടാക്കി, അങ്ങനെയൊന്നും ഏതെങ്കിലും അംബാനിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ, അവന്മാർക്കറിയാം അവന്മാർ ബെസ്റ്റ്. വേറെ ഒരുത്തൻ വന്ന് ഇപ്പം അംബാനിയെ നോക്കി ഒരുത്തൻ പറയാം എടാ നീ പിച്ചക്കാരനല്ലേ എന്ന് പറയാം, അംബാനിക്ക് ചിരിയായിരിക്കും വരുന്നത്. കാരണം അവനറിയാം അവൻ ബെസ്റ്റ്. വേറെ ഒരുത്തനെയും പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം ഒരു ഹൈ വാല്യൂ ആയിട്ടുള്ളവരാണ് ഒരിക്കലും അവനെ തന്നെ വലുതാക്കി കാണിക്കാൻ ശ്രമിക്കത്തില്ല. ആ പെണ്ണ് തന്നെ ചെന്നറിയത്തേ ഉള്ളൂ. അതായത് ഇപ്പം നിങ്ങൾക്ക് സിക്സ് പാക്ക് ഉണ്ട്, നല്ല ബോഡി ഉണ്ട്, കാറുണ്ട്, എന്തായാലും നിങ്ങൾ പറയുന്നില്ല. നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പം അവസാനം കിടക്കുന്ന വീഡിയോയിലോ എവിടെയെങ്കിലും അവർ കണ്ട് അറിയണം. മനസ്സിലായോ? അവൾ തന്നെ സ്വയം കണ്ടുപിടിക്കുന്ന രീതിയിൽ നിങ്ങളത് ചെയ്യണം. മനസ്സിലായോ? അല്ലാതെ ചിലവന്മാരുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ അവൾക്കായിട്ട് സെൻഡ് ചെയ്യും. അവളായിട്ട് കാണുന്നത് വേറെ, അവൾക്ക് ഇട്ട് കൊടുക്കുന്നത് വേറെ. അവൾക്ക് ഇട്ട് കൊടുക്കുന്ന എത്ര വലിയ കാര്യമായാലും ഇത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ഇവ ഇട്ട് തന്ന് എന്നൊരു കാറ്റഗറിയിലോട്ട് അത് പോകത്തുള്ളൂ. അതിന് എന്ത് കാര്യമായാലും വാല്യൂ കാണിക്കുന്ന വേറെ. ഇപ്പം നിങ്ങളൊരു ഐഫോൺ വാങ്ങി, ഞാൻ ഐഫോൺ വാങ്ങി എന്ന് പറഞ്ഞ ഒരു സ്റ്റാറ്റസ് ഇട്ട് ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബൈക്കുണ്ട്, എൻ്റെ ബൈക്കാന്ന് പറഞ്ഞ സ്റ്റാറ്റസ് ഇട്ട് ഓക്കെ. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു അച്ചീവ്മെൻറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ട്രോഫി കിട്ടി, അതെല്ലാം നിങ്ങൾ സ്റ്റാറ്റസ് ഇടുന്നു, എല്ലാം ഓക്കെ. അപ്പോഴും അവരായിട്ട് ചെന്നത് കാണുന്നു, അല്ലെങ്കിൽ എല്ലാവരും കാണുന്ന കൂട്ടത്തിൽ കാണുന്നു, അപ്പം നിങ്ങളോടൊരു വാല്യൂ തോന്നും. അല്ലാതെ ഞാൻ ട്രോഫി വാങ്ങി, ഞാൻ ഇതിന് വാങ്ങി, ഞാൻ 7 അടി പൊക്കത്തിൽ ചാടി, ഹൈ ജമ്പ് ചാടി, എനിക്ക് ട്രോഫി കിട്ടി, അല്ലെങ്കിൽ ഞാൻ കഴകയറ്റത്തിന് ഫസ്റ്റ് വാങ്ങി, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇമ്പ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവും. നമ്മൾ വാദോരാതെ അധികമായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന തോന്നുന്നത്, ഇത് റിലേഷൻഷിപ്പിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന തോന്നുന്നത് ഇവൻ എന്നെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക, ഇവൻ എന്നെ മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ആ കടയിൽ പോയി സാധനം എടുക്കുന്നത്, അതുപോലെ ഇവൻ എന്നെ വയ്ക്കാൻ നോക്കുക എന്ന് വെച്ചാൽ ഇമ്പ്രസ് ചെയ്ത് വളച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ അട്രാക്ഷൻ വരത്തില്ല. ബാക്കി വീഡിയോ കാണുന്നതിന് മുമ്പ് ഒരു കാര്യം, ഞാൻ കുറച്ച് വീഡിയോകൾ കണ്ടിട്ടിട്ടുണ്ട്. ഇത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള എൻ്റെ ചാനലിലുള്ളതാണ്. ഇത് കണ്ടിട്ട് കാണാൻ തോന്നുമെങ്കിൽ ചെന്ന് കാണണേ. അതിന് ബാക്കി പറയാം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പം ഇൻസ്റ്റാഗ്രാമിൽ ആദ്യമായിട്ട് മിണ്ടുന്നു, ഫൈൻ. നിങ്ങളുടെ ഒരു ബൈക്ക് ഉണ്ടെന്ന് വെച്ചോ, അല്ല കാറുണ്ടെന്ന് വെച്ചോ, നിങ്ങളതൊന്നും പറയുന്നില്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു സ്റ്റോറി ഇടുന്നു, ഓണത്തിനോ ഇതിനോ എല്ലാം സ്റ്റോറി ഇടുന്നു, അപ്പോഴറിയുന്നത് അവനൊരു ബൈക്ക് ഉണ്ടായിരുന്നെന്നോ അങ്ങനെയല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാപ്ടോപ്പ് ഉള്ളതോ ഐഫോൺ ഉള്ളതോ, അല്ലെങ്കിൽ നിങ്ങൾ ജിമ്മിൽ വെച്ചോ എല്ലാം വീഡിയോ ഇടുന്നു, അപ്പോഴറിയുന്നത് നിങ്ങൾക്ക് സിക്സ് ബാഗ് ഉണ്ട്, അപ്പോഴൊരു അട്രാക്ഷൻ വരും. മനസ്സിലായി? ഇപ്പം ഓണപരിപാടിക്ക് നിങ്ങൾ അത്തപ്പൂ ഇടുന്നൊരു വീഡിയോ ഇടുക, അപ്പോഴാണ് നിങ്ങൾക്ക് ഇത്രയും വലിയ വീടുണ്ടെന്ന് അറിയുന്നത്. അപ്പം വിചാരിക്കും ഇവൻ ജാടയൊന്നും കാണിക്കുന്നില്ല, ഇവൻ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. മനസ്സിലായി? നിങ്ങൾ ഇങ്ങനെ ചെയ്തെന്ന് വെച്ച് നിങ്ങൾ കയറി പ്രേമിക്കാനൊന്നും പോകുന്നില്ല. സാധാരണ രീതിയിൽ ഇത് വർക്കാവും. ബിഗിനിങ് സ്റ്റേജിൽ തുടക്കത്തിൽ ഇത് നല്ലൊരു അട്രാക്ഷൻ കൊണ്ടുവരും നിങ്ങളോട്. സൈക്കോളജിയിൽ വേറൊരു കാര്യമുണ്ട്. അതായത് ഇപ്പം ഒരു പെണ്ണിനോട് നിങ്ങളുടെ നല്ലൊരു വാല്യൂ, നിങ്ങൾക്ക് നല്ലൊരു ജോലിയോ എന്തോ ആയിക്കോട്ടെ, അവരായിട്ട് അത് കണ്ട് മനസ്സിലാക്കുമ്പോൾ വരുന്ന അട്രാക്ഷൻ വലിയൊരു അട്രാക്ഷൻ ആയിരിക്കും. ഇപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഇച്ചിരി കളർ കുറഞ്ഞ പോലെ ഒരു ഫോട്ടോ ഇട്ടേക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾ ഇച്ചിരി കറുപ്പുള്ള പോലെ, പക്ഷേ നിങ്ങൾ നേരിട്ട് കാണുമ്പം അതിനേക്കാളും വെളുത്ത് ഗ്ലാമർ ആയിട്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം എന്ത് ചെയ്യും? നിങ്ങൾ ജാട കാണിക്കുന്നില്ല, ഒന്നുമില്ല. ഇനിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ വെച്ചിട്ടുണ്ട്, ഒരു 1000-2000 സബ്സ്ക്രൈബർ ഉണ്ടെന്ന് വെച്ചോ, നല്ല ഒരു ചാനലുണ്ട്. നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതൊന്നും പറയുന്നില്ല. നല്ല ക്ലോസ് ആയതിനു ശേഷം അവൾ പറയുകയാണ്, എന്തെങ്കിലും കാര്യം പറയുമ്പോൾ പറയാം, എടി ഇതിനെക്കുറിച്ച് എനിക്കൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ യൂട്യൂബ് ചാനൽ ഇതിടുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ ചോദിക്കും നിനക്ക് ചാനലൊക്കെ ഉണ്ടോ? അപ്പോൾ നമ്മൾ ആ ചാനലിട്ട് കാണിക്കും. അപ്പോൾ എന്ത് ചെയ്യും? അവളായിട്ട് അത് മനസ്സിലാക്കി. നമ്മൾ അങ്ങോട്ട് കയറി പറഞ്ഞില്ല എനിക്ക് ചാനലുണ്ട്, അതുണ്ട്, ഇതുണ്ട്, നിനക്ക് ചാനലുണ്ടോ? ഉണ്ട്. അപ്പോൾ ചാനൽ ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു വലിയൊരു അട്രാക്ഷൻ ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. അതല്ലാതെ നമ്മുടെ എത്ര വലിയ കാര്യമായാലും നമ്മളായിട്ട് അങ്ങോട്ട് പറഞ്ഞ് വീമ്പിളക്കാൻ നിന്നാൽ ഒരു കാര്യമില്ല, അവർക്കൊന്നും തോന്നത്തില്ല. ഇപ്പം ഞാൻ അത് ചെയ്തു, ഇത് ചെയ്ത്, ഞാൻ 6 മാസം മുമ്പ് ആനപ്പുറത്ത് കയറി നടന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അവളങ്ങ് ഇമ്പ്രസ് ആയെന്ന്. അവളുള്ളിൽ ചിന്തിക്കുന്നത് എന്തോ, എടാ നീ ആനപ്പുറത്ത് കയറി നടന്നാൽ എനിക്കെന്തോ ഗുണം? ഇപ്പം നിങ്ങൾ തന്നെ ആലോചിക്കും, ഇപ്പോൾ ബ്രോയോട് ഒരു പെണ്ണ് സംസാരിക്കുന്നു, ആ പെണ്ണിനോട് താല്പര്യം ഇല്ലെന്ന് വെച്ചോ, ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങോട്ട് വന്ന് മിണ്ടി, അതായത് നിങ്ങൾക്ക് താല്പര്യമില്ല, പിന്നെ കഴിച്ചോന്ന് വെച്ചാൽ കഴിച്ചെന്ന് പറയും, ഒരു ഫോർമാലിറ്റിക്ക് മെസ്സേജ് അയക്കുമ്പോൾ തിരിച്ചയക്കും, അത്രേ ഉള്ളൂ, അല്ലാതെ വലിയ താല്പര്യമില്ല. അവൾ പറയാം ഞാൻ അത് ചെയ്ത് ഇത് ചെയ്ത്, ഞാൻ 5ാം ക്ലാസ്സിലെ ഓട്ട മത്സരത്തിന് വാങ്ങിയ ട്രോഫി ആയത്, ഞാൻ കഴിഞ്ഞ ഓണത്തിന് വാങ്ങിയ പട്ട് സാരി, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ അത്തപ്പൂക്കളത്തിന് എനിക്കാണ് ഫസ്റ്റ്, ഞാൻ ചായ ഇടും, ബിരിയാണി ഉണ്ടാക്കും, മീൻകറി വയ്ക്കും, അതുപോലെ മത്തിക്കറി വയ്ക്കും, ഫ്രൈഡ് റൈസ് വയ്ക്കും, എനിക്ക് ഇന്ന കാര്യങ്ങൾ ഉണ്ടാക്കാൻ അറിയാം. അപ്പോൾ നമ്മളെന്ത് ചിന്തിക്കുന്നത്, ഇവക്ക് ഉണ്ടാക്കാറെങ്കിൽ എനിക്കെന്ത് ഗുണം? അത് അവളുടെ വീട്ടുകാർക്കല്ലേ ഗുണം? എന്തോ നമുക്ക് നമ്മൾ ചിലപ്പോൾ ഓപ്പണായിട്ട് പറയും, നീ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്, ഞാൻ ഇതെല്ലാം ചോദിച്ചാൽ പെണ്ണെന്ന് ചോദിക്കും. മനസ്സിലായി? അതായത് ഇത് തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പെണ്ണുങ്ങളും അവർക്ക് ഇൻട്രസ്റ്റ് ഒന്നായി വരുന്നേ ഉള്ളൂ. അതിന് മുമ്പേ നിങ്ങൾ ചാടിക്കയറി ഈ വക കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ തീർന്നു. ഒരേ ഒരു സാഹചര്യത്തിൽ നിങ്ങളെക്കുറിച്ച് ഈ വീമ്പ് പറഞ്ഞ് സംസാരിക്കുക. 2 സാഹചര്യം.
ഒന്ന് നിങ്ങളോട് നല്ല താല്പര്യമുണ്ട്, നിങ്ങളെക്കുറിച്ച് നല്ലോണം ചോദിക്കുന്നുണ്ട്. നിൻ്റെ വീടെവിടാ, നാടെവിടാ, അതായത് നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചോദിക്കുന്നുണ്ട്. അതിനർത്ഥം നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉണ്ട്. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. അപ്പോഴേ നമ്മൾ കുറച്ച് ജാട കാണിച്ചാലും കുഴപ്പമില്ല. അതായത് നമ്മളോടല്ല ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പം നമ്മൾ പറയാം, ഞാനിപ്പം ഇന്നടുത്താണ് താമസിക്കുന്നത്. നമ്മൾ കുറച്ച് ജാട കാണിച്ചാലും കുഴപ്പമില്ല. നമ്മളെക്കുറിച്ച് അധികമായിട്ട് അവർ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അപ്പം നമുക്ക് പറയാം. മനസ്സിലായോ? അതല്ലാതെ പറയല്ല്. പിന്നെ രണ്ടാമത്തേന്ന് പറഞ്ഞാൽ, നമ്മൾ ഇച്ചിരി ജാട കാണിച്ച്, ഇപ്പം നമ്മളോട് കുറച്ച് ജാടയൊക്കെ കാണിച്ച് കോമഡി പോലെ വലിയ ആളായിട്ട് സംസാരിക്കുന്നതെന്ന് വെച്ചോ, കോമഡിക്ക്. ഞാനിപ്പോൾ നോട്ടൊക്കെ ഇങ്ങനെ വെച്ചാണ് വീശിക്കൊണ്ടിരിക്കുന്നത്, ഭയങ്കര ആവി, അല്ലെങ്കിൽ AC കുറച്ചിടട്ടെ, ഒരു മിനിറ്റ് ഞാൻ കുറച്ച് AC ഒന്ന് കുറച്ചിടട്ടെ, അല്ലെങ്കിൽ എൻ്റെ ഐഫോൺ ആയതുകൊണ്ട് അങ്ങനെ ചാർജിലൊന്നും ഈടാക്കത്തില്ല, അങ്ങനെയൊക്കെ നമ്മൾ ജാട പോലെ കോമഡിക്ക് പറയത്തില്ലേ, അതുപോലെ പറയാം. പിന്നെ ഞാൻ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മുടെ കാര്യത്തിൽ പെണ്ണുങ്ങൾ എന്തുവാ മനസ്സിൽ ചിന്തിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും കണ്ടേ പറ്റത്തുള്ളൂ. നിങ്ങൾ ഇപ്പോൾ കണ്ട ഈ വീഡിയോക്കാളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്, കണ്ടേ പറ്റത്തുള്ളൂ. പോയി കാണാം. അതുപോലെ ഇന്നത്തെ വീഡിയോയുടെ പാർട്ട് 2 വേണ്ടുന്നവർ കമൻറ്റ് ചെയ്യണം.